ഫ്രണ്ട്സ്, എല്ലാവർക്കും നാരായണി വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ റോസ്റ്റ് ആണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ പീസസ് എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കാൻ പോകുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ചിക്കൻ എല്ലാം പൊടികളെല്ലാം ചേർത്ത് നന്നായി കുഴച്ച് വെക്കണം. കാരണം ചിക്കനിലേക്ക് ഈ മസാലകളെല്ലാം നന്നായിട്ട് പിടിച്ചിരിക്കണം. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ മസാലയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. അതുപോലെ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഓയിൽ കൂടി ആഡ് ചെയ്യുക. അതിനുശേഷം നന്നായി ഇളക്കി കൊടുക്കുക. നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഒരു 10-15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമുക്ക് റോസ്റ്റ് തയ്യാറാക്കാം. റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 4 സവാളയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ 5 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു കറിവേപ്പില. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. നമുക്ക് ചട്ടി അടപ്പത്ത് വെക്കാം. ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഇളക്കി കൊടുക്കുക. സവാള നന്നായിട്ടൊന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് മൂടി വെക്കാം. സവാള ഇപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. പത്ത് മിനിറ്റ് കൂടി അടച്ച് വെക്കുക. ഇപ്പോൾ സവാളയെല്ലാം നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. അതുപോലെ 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. അതിനുശേഷം നന്നായി ഇളക്കി കൊടുക്കുക. ഈ പൊടികളുടെയൊക്കെ പച്ച മണം മാറണം. അതുവരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി ചേർക്കുകയാണ്. ഒരു തക്കാളി ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക.
ഇനി തക്കാളി ഒന്ന് വാടി വരാനായിട്ട് നമുക്ക് 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. അപ്പോൾ നമുക്കിതൊരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ നിന്ന് വെള്ളം ഇറങ്ങിയിരിക്കുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. റോസ്റ്റ് പരുവത്തിൽ തന്നെ ഇതിരുന്നാൽ മതി. ഫൈനലി നമ്മുടെ റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് മല്ലിയില കൂടി ആഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഓരോ വീഡിയോസ് ഇടുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.